ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ഇന്ന് ഒരു മുല്ലച്ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ മുല്ലയ്ക്ക് പല സ്ഥലത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കുറുമുഴി മുല്ല, ഡൗണി ജാസ്മിൻ, സ്റ്റാർ ജാസ്മിൻ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ നിത്യ കല്യാണി മുല്ല എന്നാണ് പറയുന്നത്. നിത്യവും ഇതിൽ പൂക്കളുണ്ടാവും, അതുകൊണ്ടാണ് നിത്യ കല്യാണി മുല്ല എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ എല്ലാ സീസണിലും ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. എന്നാലും മഴക്കാലത്ത് മാത്രം ഇതിൽ പൂക്കൾ കുറവായിട്ടാണ് കാണുന്നത്. വലിയ നല്ല മണമൊന്നും ഈ പൂക്കൾക്കില്ല. നമ്മൾ അടുത്ത് ചെന്ന് മണത്താൽ മാത്രം ഇതിൻ്റെ ചെറിയ മണം നമുക്ക് കിട്ടും. പക്ഷേ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതേപോലെ തണ്ടുകളുടെ അറ്റത്ത് ചെറിയ പൂങ്കുലകളായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല ഉയരത്തിലൊക്കെ പടർന്ന് വളർന്നു വരും. കുറ്റിച്ചെടിയായിട്ടും ഇതിനെ നമുക്ക് വളർത്താം. പൂക്കൾ കൊഴിയുമ്പോൾ കട്ട് ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ നിർത്തിയാൽ നല്ല ബുഷായിട്ടൊക്കെ വളർന്നു വരും. നിലത്തും ചട്ടിയിലും ഇത് വളർത്താം. വെള്ളം വാർന്നു പോകുന്ന ഈർപ്പമുള്ള പോട്ടി മിക്സാണ് ഈ ചെടിക്ക് ഏറ്റവും ബെസ്റ്റ്. മണ്ണും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് കമ്പോസ്റ്റോ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് ഉണ്ടാക്കി അതിൽ നടാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയാണെങ്കിൽ മണ്ണിൽ കൂടെ വരുന്ന ഫംഗസ് രോഗങ്ങളും കീടശല്യങ്ങളൊക്കെ തടയാൻ സാധിക്കും. ഈ മുല്ലയുടെ പൂക്കൾ പോലെ തന്നെ ഇതിൻ്റെ മൊട്ടുകൾ കാണാൻ നല്ല ഭംഗിയാണ്. മൊട്ടുകൾക്ക് നല്ല പിങ്ക് കളറാണ്. ചെടി മൊത്തം ഇങ്ങനെ പിങ്ക് കളറിൽ മൊട്ടുകൾ ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂവിട്ട് തുടങ്ങും. വേനൽക്കാലത്ത് എല്ലാ ദിവസവും ചെടി നല്ലതുപോലെ നനച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് നട്ടു നോക്കിയതാണിത്. നല്ലതുപോലെ വേര് പിടിച്ച് ചെടിയിൽ ഇപ്പോൾ മൊട്ടുകളും പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മുല്ലയിൽ നിറയെ പൂക്കളുണ്ടാകാനായിട്ട് DAP അല്ലെങ്കിൽ എല്ലുപൊടിയോ കൊടുക്കാവുന്നതാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. കീടശല്യങ്ങൾ വലുതായിട്ട് കണ്ടുവരുന്നില്ല. ഉണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക. പിന്നെ ഈ ചെടി നമ്മൾ നിലത്താണ് നടുന്നതെങ്കിൽ ഇതിൻ്റെ വേരുകൾ പോകുന്നിടത്ത് ചെറിയ ചെറിയ തൈകൾ മുളച്ചു വരും. അത് അടർത്തി മാറ്റിയിട്ട് പുതിയ ചെടി നമുക്ക് വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സ് ഇതേപോലെ അധികം മൂക്കാത്ത ചെറിയ കട്ടിങ്സ് എടുത്ത് നട്ടു കൊടുക്കുക. അങ്ങനെയും വളർത്തിയെടുക്കാം. മഴക്കാലത്തൊക്കെയാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതേപോലുള്ള കെയറുകളൊക്കെ ഈ മുല്ലച്ചെടിക്ക് കൊടുക്കുക. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതും ഇതേപോലുള്ള മുല്ലപ്പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. തീർച്ചയായും മുല്ലയുടെ ഈ വെറൈറ്റി നിങ്ങളുടെ ഗാർഡനിലും ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.